അത് രാജ്യം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള ഒരു വർഗീയ പ്രശ്നമായി അത് മാറുന്നു. ഒപ്പം മനുഷ്യാവകാശ ലംഘനം എന്ന തരത്തിലേക്ക് ആ വാർത്തകൾ മാറുന്നൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അതുതന്നെയാണ് എല്ലാ മലയാള പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളിലെല്ലാം തന്നെ ആ വാർത്തയാണ്. അതായത് കുരുക്കുമുറുകുന്നു എന്ന് മലയാള മനോരമ പറയുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യം NIA കോടതിയിൽ എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്നത്. അപ്പോൾ കോടതിയുടെ ഈ പറഞ്ഞ പോലെ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് അവർ പരിഗണിക്കുന്നില്ല. അവർ പകരം NIA കോടതിയിലേക്ക് പോകാൻ പറയുന്നു. ഇതൊരു വലിയ പ്രശ്നമായി മാറും. ഒപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് ബജ്രംഗ് ദൾ അവർ ജയിലിന് മുമ്പിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ച്. വളരെ പ്രകോപനപരമായ മാർച്ചാണ്. ഒന്നാമത് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘടന നോർത്ത് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തന രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ എല്ലാം തന്നെ പല വാർത്തകളിലൂടെ മലയാളികൾക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ജോലി ചെയ്ത മാധ്യമപ്രവർത്തകരടക്കം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കാരണം വലിയ രീതിയിലുള്ള പ്രകോപനപരമായതും വലിയ രീതിയിലുള്ള വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള സംഘടനയാണ്. അപ്പം ആ രീതിയിലുള്ളൊരു പ്രകോപനം ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അവർ സൃഷ്ടിച്ചു. അത് നമ്മളെല്ലാം അത് നൽകിയതാണ്. ഇന്ന് ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത മനോരമയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. ഒപ്പം പ്രതിഷേധ ചൂടിലാണ് കേരളം എന്നും കൂടെ പറയുന്നു. കാരണം ബിഷപ്പ് കൗൺസിലിൻ്റെയും ഒപ്പം തന്നെ UDFൻ്റെയും എല്ലാം തന്നെ ഉള്ള വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ഒപ്പം വിവിധ ഈ ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, മതപുരോഹിതന്മാരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. ആ വാർത്ത എല്ലാവരും നൽകിയിരിക്കുന്നു. ഒപ്പം മനോരമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രംപ് ഫാക്ടറാണ്. ട്രംപ് ഫാക്ടർ എന്ന് പറയുന്നത് തീരുവയുമായി ബന്ധപ്പെട്ട് 25% തീരുവ ചുമത്തിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഈ വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ടുമെല്ലാം ഇറക്കുമതി കയറ്റുമതി നയം, അക്കാര്യത്തിൽ മലയാള മനോരമയുടെ 6-ാം പേജിൽ ആ വാർത്ത അവർ നൽകിയിരിക്കുന്നു. സൗഹൃദം വേറെ തീരുവ വേറെ എന്നുള്ളതാണ്. അതായത് ട്രംപ് പകരം തീരുവയും പിഴയും ചുമത്തിയത് വ്യാപാര നയതന്ത്ര നയത്തെ വിമർശിച്ചെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അതിൽ പിഴ കൂടി ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് ഏതായാലും പോകുന്നു. ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരും തമ്മിൽ വലിയ ബന്ധമാണ് എന്ന തരത്തിലേക്കുള്ള നരേറ്റീവുകൾ നിലനിൽക്കുമ്പോഴാണ് ഇത് എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഏതായാലും അത് വളരെ വിശദമായി തന്നെ മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ മണിക്കൂറിൽ പത്രങ്ങളിൽ വരാത്തൊരു വാർത്ത എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ കരാർ പാകിസ്ഥാനുമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ തന്നെ ട്രംപ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുകൂടെ പറയുന്നു. ഏതായാലും അതൊരു വലിയ തരത്തിലുള്ള നയതന്ത്ര വിഷയം എന്ന തരത്തിൽ തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. ഒപ്പം ഈ പറയുന്ന ബന്ധത്തിൽ തന്നെയാണോ അമേരിക്കയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നം കൂടെ അതിനുണ്ട്. ഒപ്പം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വളരെ നമ്മുടെ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു വലിയ പുരോഗതി എന്ന് പറയാവുന്ന നൈസാറിൻ്റെ ഒരു ലക്ഷ്യം, അത് ആഗോള സൗഖ്യത്തിന് ഇനി ആകാശക്കണ്ണെന്ന് പറഞ്ഞ് മനോരമ നൽകിയിരിക്കുന്നു. കാരണം പ്രകൃതിക്ഷോഭങ്ങളിലെല്ലാം നമുക്ക് നേരത്തെ അലർട്ട് തരാനുള്ളൊരു സംവിധാനം എന്ന രീതിയിലേക്ക് അത് അവർ നാസയുടെ ഈ പറയുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന നൈസാറിൻ്റെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണ വിജയത്തെ സംബന്ധിച്ച വാർത്ത പറന്നുയർന്ന് നൈസാർ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് തന്നെയാണ് അവരുടെ ബാനർ എന്ന് പറയുന്നത്. അത് സ്മരണയിൽ എന്നും പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ വേദനയുടെ ചിത്രം, ഒപ്പം നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി K. രാജൻ എടുക്കുന്ന സെൽഫി, അതായത് മാതൃക വീട് നിർമ്മിച്ച ആ വീടിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുന്ന സെൽഫിയുടെ ചിത്രം നൽകിക്കൊണ്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം ജയിലിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ സംബന്ധിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഈ ഇറക്കുമതി തീരുവ സംബന്ധിച്ചുണ്ട്. പക്ഷേ മറ്റൊരു വാർത്ത, അത് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത്, വയോജനങ്ങൾക്ക് കിട്ടും വീട്ടിലൊരു മുറി എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിന് ശുപാർശ എന്ന് പറഞ്ഞ് മാതൃഭൂമിയുടെ 1-ാം പേജിൽ പുതിയ സാമൂഹിക നീതി വകുപ്പിൻ്റെ വയോജനക്ഷേമം ഉറപ്പാക്കാനുള്ള ഒരു കരട് വരാൻ പോകുന്നു. അതിൽ ക്ഷേമ പെൻഷൻ അവകാശമാക്കും എന്നും കൂടെ
പറയുന്നുണ്ട്. ഏതായാലും അതൊരു വലിയ ആശ്വാസകരമായ, കാരണം പ്രായമാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ തരത്തിലുള്ള ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഒരു കാലത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഓവൽ ടെസ്റ്റ് സംബന്ധിച്ച വാർത്ത വളരെ രസകരമായിട്ട് സ്പോർട്സ് വാർത്തകൾ എല്ലാ പത്രങ്ങളും നന്നായി നൽകിയിട്ടുണ്ട്. കാരണം ബൂംറയ്ക്ക് ഇത്തവണ ഈ ടെസ്റ്റിൽ വിശ്രമമുണ്ട്. ഒപ്പം ബെൻ സ്റ്റോക്സ് കഴുത്തുവേദന മൂലം ഈ ടെസ്റ്റിൽ കളിക്കുന്നില്ല. ആ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു സേതു. പിന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം തന്നെയാണ് എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ അടക്കം. കാരണം ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിനെ നിരോധിക്കണമെന്നാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. ഒപ്പം ദീപികയുടെ എഡിറ്റോറിയലിലും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ മുണ്ടക്കൈ പുനരധിവാസത്തെക്കുറിച്ച്, അതായത് ടൗൺഷിപ്പ് പദ്ധതിയിൽ 49 കുടുംബങ്ങൾ കൂടി എന്നുള്ള വളരെ വിശദമായി തന്നെയുള്ള ആ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം മന്ത്രിയുടെ സെൽഫിയും ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ഒപ്പം കോടതി മുറ്റത്തുള്ള അതായത് ഛത്തീസ്ഗഡിലെ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഉൾപേജുകളിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം കോടതി മുറ്റത്തുള്ള ബജ്രംഗ് ദളിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മെട്രോ വാർത്തയും ഇന്ന് മെട്രോ വാർത്ത നമ്മൾ പലപ്പോഴും ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ വരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി പലപ്പോഴും കമൻറ്റുകളായി കാണാറുണ്ട്. മെട്രോ വാർത്തയുടെ ഇന്നത്തെ ഒന്നാമത്തെ പേജ് വളരെ നന്നായി പ്ലേസ് ചെയ്തിരിക്കുന്ന പേജാണ്. അതിൽ കന്യാസ്ത്രീകളുടെ വിഷയം, നിസാറിൻ്റെ ഭ്രമണപഥത്തിൽ എന്നുള്ള കാര്യം, ഒപ്പം തൽക്കാലം VC മാർക്ക് തുടരാം എന്നുള്ള ആ വിവാദപരമായിട്ടുള്ള നിയമനം സംബന്ധിച്ച കാര്യം എല്ലാം തന്നെ മെട്രോ വാർത്തയിൽ കൊടുത്തിരിക്കുന്നു. മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അസമിലെ കുടിയിറക്കൽ തുടരുന്നു. പേജ് 7 എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുംബങ്ങൾ. നാഗാ അധിനിവേശം തടയാനും പ്രദേശം സംരക്ഷിക്കാനുമാണ് മുൻ സർക്കാരുകൾ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് താമസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസമിലെ കുടിയേറ്റം സംബന്ധിച്ച ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് NRC ഉള്ളൊരു സമയം കൂടിയാണ് എന്ന് ഓർമ്മിക്കണം. ഈ സമയത്ത് അസമിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വരാൻ പോകുന്നു. ഒപ്പം അടുത്തത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സ്ഥലമാണ്. ഏതായാലും ജന്മഭൂമി പത്രത്തിലേക്ക് വന്നാൽ US-നോട് ഇന്ത്യ അപേക്ഷിച്ചു എന്ന് കിരൺ റിജിജുവിൻ്റെ ആ പ്രസംഗത്തിലെ പാർലമെൻറ്റിലെ പ്രസ്താവനയെ സംബന്ധിച്ച് മുത്തശ്ശി എഴുതിയ കത്ത് രാഹുൽ വായിക്കണം എന്ന് ഇന്ദിരാഗാന്ധി എഴുതിയ കത്തിനെക്കുറിച്ച് കിരൺ റിജിജും കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു. പണ്ട് ഈ കത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ രസകരമായൊരു കമൻറ്റ് വന്നത്, പണ്ട് എഴുതിയ കത്തുകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സവർക്കർ എഴുതിയ കത്തടക്കം പുറത്തേക്ക് വരും എന്നുള്ളൊരു ചർച്ച ഏതായാലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജിലെ ഈ വാർത്ത എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഹിന്ദു വളരെ വളരെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ട് വാർത്തകൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഹിന്ദു ട്രംപിൻ്റെ 25% ടാരിഫിനെ കുറിച്ച് പെനാൽറ്റി ടു ഹിറ്റ് ഇന്ത്യ ഫ്രം ടുമോറോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ലോഞ്ച് ചെയ്തതിനെക്കുറിച്ചുള്ള ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ചർച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഹിന്ദുവിൻ്റെ വാർത്തയിലുണ്ട്. ഒപ്പം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്ത പ്രകാശ് രാജിൻ്റെ അതായത് ആക്ടർ പ്രകാശ് രാജ് ക്വസ്റ്റ്യൻ ബൈ ED. അതായത് സർക്കാരിനെ വിമർശിക്കുന്ന പല പ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ED റഡാറിലാണെന്നുള്ള വിമർശനം ഒരു പക്ഷത്ത് നിലനിൽക്കുന്ന സമയത്ത് ഏതായാലും പ്രകാശ് രാജ് EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകിയിരിക്കുന്നു. പലതരത്തിലുള്ള വളരെ വിശദമായ വാർത്തകളുടെ ദിവസം തന്നെയാണ്. ഒപ്പം VC നിയമനത്തിലെ രാഷ്ട്രീയ കളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ കളി വേണ്ട എന്ന് ഉള്ള സുപ്രീം കോടതി പറഞ്ഞതിനെ സംബന്ധിച്ച് കേരള കൗമുദി നൽകിയിരിക്കുന്നു. ഒപ്പം ചന്ദ്രികയും ഈ നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഭീതിയുടെ മണിക്കൂറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയിലെ ഭൂകമ്പത്തെ തുടർന്നുള്ള സുനാമി തിരകളും അതിൻ്റെ മുന്നറിയിപ്പും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്ത. ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം വയനാട് ദുരന്തത്തിൻ്റെ വാർത്തകൾ, അതിൻ്റെ പടം, അവരുടെ വൈകാരികമായിട്ടുള്ളൊരു സാഹചര്യം, ഇത് തന്നെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പത്രങ്ങളും പ്രധാനമായി തന്നെ നൽകിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ബാക്കി ഈ പറയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഈ ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരും. പാർലമെൻറ്റ് സെഷൻ തുടരുന്നുണ്ട്. കേരളത്തിൽ മറ്റ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിലെ വിഷയത്തിലുള്ള നിലപാടും പ്രഖ്യാപനവും ഒപ്പം അതിനോടുള്ള എതിർപ്പുകളും എല്ലാം തന്നെ വരുന്ന മണിക്കൂറുകൾ തന്നെയാണ്. ഏതായാലും ആ വാർത്തകൾ നമുക്കേതായാലും കാത്തിരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു.